ദേവസ്വം ഭൂമികൾ സർക്കാർ ഭൂമികളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നിയമവിരുദ്ധം. 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം എല്ലാ പണ്ടാരവക സ്വത്തുക്കളും ദേവസ്വത്തിന്റേത്. റീസർവേയിൽ പുറമ്പോക്കെന്ന് മാറ്റിയതും സർക്കാർ ഉത്തരവിൽ സൗജന്യമായി നൽകിയ ഗവൺമെന്റ് ഭൂമി എന്ന പരാമർശവും നിയമവിരുദ്ധം. ജനം ബ്രേക്കിംഗ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ദേവസ്വം ഭൂമികൾ സർക്കാർ ഭൂമികളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇത് തികച്ചും നിയമവിരുദ്ധം തന്നെയാണ്. 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം എല്ലാ പണ്ടാരവക സ്വത്തുക്കളും ദേവസ്വത്തിൻ്റേത് എന്ന് പറയുമ്പോൾ നിലവിലിപ്പോൾ സർക്കാർ നടത്തുന്ന പല നീക്കങ്ങളും ദുരൂഹം തന്നെയല്ലേ? കാരണം വലിയൊരു ആസൂത്രണം, വലിയൊരു ഗൂഢാലോചന കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേവസ്വം ഭൂമികൾ കൈക്കലാക്കാൻ വേണ്ടി സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ദേവസ്വം ഭൂമികളെല്ലാം സർക്കാർ സൗജന്യമായി നൽകിയ ഗവൺമെന്റ് ലാൻഡുകളാണ് എന്നുള്ളതാണ് 2023 പുറത്തിറക്കിയ ഉത്തരവിൽ സർക്കാർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ഹെക്ടർ ദേവസ്വം ഭൂമികൾ ഈ റീസർവേയിൽ സർക്കാർ പുറമ്പോക്കാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് 1950 പാസാക്കിയ ദേവസ്വം സ്വത്തുക്കൾക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്ന ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ടിന്റെ പൂർണ്ണമായ ലംഘനമാണ് സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായുള്ള ഉത്തരവുകളിൽ, റീസർവേകളിൽ എല്ലാം നടക്കുന്നത്. കാരണം ദേവസ്വം സ്വത്തുകൾ പരിരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ കാണുന്ന അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വകുപ്പാണ് 1950 ഹിന്ദു റിലീജിയസ് ആക്ട് എന്നുള്ളത്. ഈ ഹിന്ദു റിലീജിയസ് ആക്ടിന്റെ 27-ാം സെക്ഷൻ പ്രകാരം ദേവസ്വം വക, ദേവസ്വം പുറമ്പോക്ക് എന്നിവയ്ക്കൊപ്പം ദേവസ്വങ്ങളുടെ കൈവശമുള്ള അല്ലെങ്കിൽ ദേവസ്വങ്ങളുടെ അനുഭവത്തിൽ, അതായത് ദേവസ്വങ്ങൾ യൂസ് ചെയ്യുന്ന ഭൂമികൾ പോലും അതുപോലെയുള്ള മറ്റ് എല്ലാ പണ്ടാരവക ഭൂമികളും ദേവസ്വം ഭൂമികളായി പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് വ്യവസ്ഥ. ഇതേ നിയമത്തിന്റെ 50-ാം വകുപ്പ് പ്രകാരം ദേവസ്വം ഭൂമികൾക്ക് സർക്കാർ ഭൂമിക്ക് തുല്യമായ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. സാഹചര്യങ്ങൾ ഇതായിരിക്കെ ഇത്തരത്തിൽ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്ന് അതായത് കയ്യേറ്റമടക്കമുള്ള കാര്യങ്ങളിൽ, ഈ സർവേ പോലെയുള്ള വിഷയങ്ങളിൽ, തർക്കങ്ങളിലെല്ലാം ദേവസ്വം ഭൂമിക്ക് പ്രത്യേക പരിരക്ഷ സർക്കാർ നൽകേണ്ടതുണ്ട്, കോടതി നൽകേണ്ടതുണ്ട്, ദേവസ്വം ബോർഡ് അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ദേവസ്വം ഭൂമികളുടെ കാര്യത്തിൽ കേരളത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആവർത്തിച്ച ഉത്തരവുകളിൽ സർക്കാർ പുറത്തിറക്കുന്നത് ഈ ഭൂമിയെല്ലാം സർക്കാരിൻ്റെതാണ് എന്നുള്ളൊരു അവകാശവാദം. അതോടൊപ്പം തന്നെ പലയിടത്തും ഭൂമികൾ സർക്കാർ കയ്യേറിയിരിക്കുന്നു. അവിടെയൊക്കെ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു, ആശുപത്രികൾ പ്രവർത്തിക്കുന്നു, സർക്കാരിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു, വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ ഈ ചന്ത പോലെയുള്ള വിഷയങ്ങൾക്ക് സർക്കാരിന്റെ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ കൊല്ലം ചക്കുവള്ളിയിലെ ചന്തയൊക്കെ പ്രവർത്തിക്കുന്നത് ദേവസ്വം ഭൂമിയിലാണ്. അവിടുത്തെ സർക്കാർ സ്കൂൾ ഇരിക്കുന്നത് ദേവസ്വം ഭൂമിയിലാണ്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ദേവസ്വം ഭൂമിയിലാണ്. ഇതിനൊന്നിനും ദേവസ്വത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വരുമാനമോ അല്ലെങ്കിൽ ആ ദേവസ്വത്തിലേക്കുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരമോ പോലും സർക്കാർ നൽകിയിട്ടില്ല. മറിച്ച് കയ്യേറി അവിടെ തങ്ങളുടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അത് സ്വന്തം നിലയിൽ യൂസ് ചെയ്തു പോകുന്നു. അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള നിയമലംഘനമാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ചോദ്യം ചെയ്യേണ്ട ദേവസ്വം ബോർഡ് ആകട്ടെ സർക്കാരിന്റെ ആജ്ഞാനുവർത്തിയായി തുടരുകയും ഈ വിഷയങ്ങളിൽ കൃത്യമായ കോടതിയിൽ പോലും പോയി ഈ വിഷയങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല. കാരണം ദേവസ്വം ഭൂമികളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും ഇപ്പോൾ കേരളത്തിൽ തീരുമാനമെടുക്കുന്നത് റവന്യൂ വകുപ്പാണ് എന്നുള്ളൊരു ദുർഘടമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ദുരൂഹമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ദേവസ്വം ഭൂമികളിൽ തീരുമാനമെടുക്കേണ്ടത് റവന്യൂ വകുപ്പല്ല എന്നുള്ളതാണ്. കാരണം സർക്കാർ സംരക്ഷണമുള്ള, സർക്കാർ തന്നെ സംരക്ഷണം ഉറപ്പാക്കേണ്ട ഭൂമികളായതിനാൽ, ഈ ലാൻഡ് കൺസർവേറ്ററി ആക്ടിന്റെ സംരക്ഷണമുള്ളതിനാൽ ദേവസ്വം ബോർഡും കോടതികളുമൊക്കെയാണ്, സിവിൽ കോടതിയുമൊക്കെയാണ് ഇത്തരം ഭൂമി തർക്കങ്ങളിൽ പോലും ഇടപെടേണ്ടത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം റവന്യൂ വകുപ്പാണ്. അങ്ങനെ ദേവസ്വം ഭൂമികളെ പൂർണ്ണമായും സർക്കാരിൻ്റെതാക്കി മാറ്റാൻ കഴിഞ്ഞ കുറെ കൊല്ലമായി നടക്കുന്ന ആസൂത്രിത ഗൂഢാലോചന, അത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ രൂപീകരിച്ച ഒരു സുപ്രധാന നിയമത്തെ പോലും നോക്കുകുത്തിയായിക്കൊണ്ടാണ് ആ കൊള്ള നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി പ്രജിത്ത്, ദേവന്റെ ഭൂമി സർക്കാർ ഭൂമിയാക്കാനുള്ള നീക്കമാണിപ്പോൾ നിലവിൽ നടക്കുന്നത്. അത് നിയമവിരുദ്ധം തന്നെയാണ്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.